ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മനുഷ്യരായ നമ്മൾ എല്ലാവരും നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾക്കും പദ്ധതികൾക്കും അനുസരിച്ച് ജീവിക്കുവാൻ ശ്രമിക്കുന്നു. പക്ഷേ ഒരു വിശ്വാസിയായ നമുക്ക് ഏറ്റവും പ്രധാനമായത് ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുക എന്നതാണ്. മത്തായി 6-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ നാം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: നിന്റെ രാജ്യം വരയണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത് നമ്മുടെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഇഷ്ടമാണ് എന്നതാണ്. റോമർ 12:2 ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കാൻ നാം ദൈവവചനവും പ്രാർത്ഥനയും കൊണ്ട് നമ്മുടെ ജീവിതം പുതുക്കണം. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുക എന്നത് എളുപ്പമല്ല. ചിലപ്പോൾ അത് നമ്മൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ദൈവത്തിൽ വിശ്വാസം വെച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമ്മെ നയിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. ആമേൻ.